ഇനി നമ്മളൊരു ആശുപത്രിയുടെ ദുരവസ്ഥയിലേക്ക് പോവുകയാണ്. എപ്പോൾ വേണമെങ്കിലും കോൺക്രീറ്റ് പാളികൾ അടർന്ന് ദേഹത്ത് വീഴും എന്നൊരു ഭീതി. മഴ പെയ്താൽ പിന്നെ പറയുകയും വേണ്ട. പറഞ്ഞു വരുന്നത് മലപ്പുറം താലൂക്ക് ആശുപത്രിയുടെ ദുരവസ്ഥയിലേക്കാണ്. ആശുപത്രി സ്ഥലം വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലായതിനാൽ പരിഹാരം എപ്പോൾ ഉണ്ടാകുമെന്ന് പറയാനാകില്ലെന്നാണ് അധികൃതരുടെ പക്ഷം. രോഗികൾക്ക് ആശ്രയവും സാന്ത്വനവുമാകേണ്ട മലപ്പുറം താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥ അതീവ പരിതാപകരം. വാർഡുകളിലെയും വരാന്തകളിലെയും കമ്പികളും തുരുമ്പെടുത്തു നശിച്ചതുമൂലം മേൽത്തട്ടിൽ നിന്നും കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നതും പതിവാണ്. ജനറൽ വാർഡ്, അത്യാഹിത വിഭാഗം, എക്സ്റേ റൂം തുടങ്ങി എല്ലായിടത്തും ഇതുതന്നെ അവസ്ഥ. വിദ്യാഭ്യാസ വകുപ്പിനു കീഴിലുള്ള സ്ഥലത്തെ ആശുപത്രി കെട്ടിടം 1969 പണി കഴിപ്പിച്ചതാണ്. ഗവൺമെന്റ് ബേസിക് ട്രെയിനിംഗ് സ്കൂളിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലായി തുടങ്ങിയ കെട്ടിടമാണ് പിന്നീട് താലൂക്ക് ആശുപത്രിയായത്. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ മുൻപും അടർന്നു വീണിരുന്നു. സ്ഥിതി ഗുരുതരമായപ്പോൾ ഡോക്ടർമാർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജേഷ് രാജന് കത്ത് നൽകി. പഴയ ആശുപത്രി ബ്ലോക്കിൽ ജോലി ചെയ്യുന്നത് ജീവൻ അപകടത്തിലാക്കുമെന്നും പകരം സംവിധാനം ഒരുക്കണമെന്നുമാണ് ആവശ്യം. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വാർഡുകളിലെ അവസ്ഥ കൂടുതൽ മോശമാവുന്ന സ്ഥിതി വന്നു. ഭാഗ്യം കൊണ്ട് രോഗികളുടെ മേത്ത് വീഴുന്ന സ്ഥിതി ഉണ്ടായില്ലെങ്കിലും അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഇത് പൊളിഞ്ഞു വീഴുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും രോഗികളെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലി ചെയ്യുന്നതിനുള്ള ഒരു സുരക്ഷിത ഭീഷണി ഉണ്ടായി. ആ സാഹചര്യത്തിൽ സ്ഥാപനത്തിലെ ഡോക്ടർമാർ ഞങ്ങൾക്ക് ഈ ഒരു ജീർണിച്ച കെട്ടിടത്തിൽ രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തം അത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും അഡ്മിഷൻ ഞങ്ങൾ നിർത്തുന്നു എന്ന തരത്തിൽ സൂപ്രണ്ട് എന്ന നിലയിൽ എനിക്ക് കത്ത് തരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അപകടാവസ്ഥയുമായി ബന്ധപ്പെട്ട് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി കലക്ടറുമായി ചർച്ച നടത്തിയിരുന്നു. പുതിയ കെട്ടിടത്തിന് NOC ആവശ്യമാണ്. ആശുപത്രി സ്ഥലം വിദ്യാഭ്യാസ വകുപ്പിനു കീഴിലായതിനാൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുമായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ PMJVK പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ പഴയ കെട്ടിടം പൊളിച്ച് പുതിയത് പണിയാൻ 2021 9.27 കോടി പാസാക്കിയിരുന്നു. എന്നാൽ NOC കിട്ടാത്തതുകൊണ്ട് ടെൻഡർ വിളിക്കാനും കഴിഞ്ഞില്ല. ന്യൂസ് മലയാളം, മലപ്പുറം.